ഓഫീസിലേക്ക് കെട്ടിയിടങ്ങി പോവാണ്. എന്തിനാണ് ഈ കെട്ടിയിടങ്ങലൊക്കെ വഴിയെ കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ ആയിപ്പോയെന്ന് തോന്നുന്നു. അധികം വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം പണിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ടീ ബാഗൊക്കെ എടുത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സുറപ്പിച്ച് വീണ്ടും ചായ ഉണ്ടാക്കാനായിട്ട് തുനിയുകയാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു വലിച്ചൊരു ടേസ്റ്റ് ആയിരുന്നു ചായക്ക്. അങ്ങനെ കുറച്ച് നേരം പണിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരമായി. എന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി, ചോറ്, മീൻ കറി, സാമ്പാർ, പിന്നെ കോളിഫ്ലവർ തോരൻ, പിന്നെ എന്തോ ഒരു വാഴയ്ക്ക വെച്ചിട്ടുള്ളൊരു എന്തോ ഒരു കറി, പിന്നെ അച്ചാറ്, പപ്പടം, രസം. ഇത്രയും സാധനങ്ങളായിരുന്നു നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങി. ലോകത്തുള്ള കൊതിന്നുണയൊക്കെ പറയുന്ന സമയമാണ് ഈ ഫുഡ് കഴിക്കുന്ന സമയം. അങ്ങനെ കൊതിന്നുണയൊക്കെ പറഞ്ഞത് ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പണിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വൈകിട്ടായപ്പോൾ തന്നെ ചായ കുടിക്കാനായിട്ട് പുറത്ത് വന്നേക്കാണ്. അങ്ങനെ ചായക്ക് കൂട്ടത്തിൽ ഇങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് 2 വടയും കൂടെ കഴിച്ച് അന്നത്തെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇനി നിന്നാ സ്പ്ലിറ്റിന്റെ എണ്ണം കൂടും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ഡെയിലി പരിപാടികൾ എങ്ങനെയാണ്? ഞങ്ങൾ രാവിലെ ചായ കുടിച്ചോണ്ട് പോരും. പിന്നെ പണിസ്ഥലത്ത് വന്ന് 10 മണിക്ക് ആഹാരം കഴിക്കും. പിന്നെ 12 മണിക്ക് ചായ കുടിക്കും. പിന്നെ 1 മണി 1:30 ആകുമ്പോൾ ചോറ്. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കും. 5 മണിയാകുമ്പോൾ പോകും.